അങ്ങനെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരളത്തിന് പുതിയൊരു അധോലോക നായകനെ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് ദശമൂലം അലോഷ്യസ്. അതായത് ഈ വിദ്വാൻ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തിരിക്കും. തല്ലുമെന്ന് പറഞ്ഞാൽ തല്ലും, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, ഓടുമെന്ന് പറഞ്ഞാൽ ഓടും. അതാണ് നമ്മുടെ പ്രിയങ്കരനായ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഞാൻ ഒരു തടവ് തിന്ന 100 തടവ് സ്വന്തം മാതിരി എന്ന് പറഞ്ഞ ആ രജനീകാന്തൊക്കെ എന്ത് എടുപ്പിലും നടപ്പിലും വാചകമടിയിലും എല്ലാം യഥാർത്ഥ ഭാഷ പോലും തോറ്റുപോകും ഇദ്ദേഹത്തിന് മുന്നിൽ. ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോഴാണ് നമ്മുടെ ദശമൂല അലോഷ്യസ് സംഘവും മുണ്ടൊക്കെ മടക്കി കുത്തി സർവകലാശാലയിൽ എത്തിയത്. കൂടെ കുറെ യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. ദോഷം പറയരുതല്ലോ, അലോഷ്യസിന്റെ സെലക്ഷൻ ഒട്ടും തെറ്റിയിട്ടില്ല. കൂടെ കൊണ്ടുവന്നതൊക്കെ നല്ല ബെസ്റ്റ് പാർട്ടികളായിരുന്നു. പലരും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, ഉന്നം തെറ്റാതെ കല്ലെറിയുന്നതിൽ വൈദഗ്ധ്യമുള്ളവർ, ഓടുന്നതിനിടയിൽ കാല് തട്ടി വീണാലും SFIക്കാർ തല്ലിയെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ളവർ, മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു വിളിച്ച് സഹതാപം നേടാൻ കഴിയുന്നവർ, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രത്യേക പരിശീലനം നേടിയവർ എന്ന് വേണ്ട, ശരിക്കും അല്ല അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു കൂട്ടം സൈനികരുമായിട്ടാണ് നമ്മുടെ ദശമൂലം അലോഷ്യസ് എത്തിയത്. വന്നവരുടെ എല്ലാ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇത്തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പതിവ് പോലെ തോക്കും. പക്ഷെ ജയിച്ച ഒറ്റ SFIക്കാരും നേരെ ചൊവ്വേ വീട്ടിൽ പോയിരുന്നു. എല്ലാവരുടെയും മുട്ടുകാൽ എറിഞ്ഞൊടിക്കണം, അതിനുള്ള കാശ് അണ്ണം തരും. ഇതായിരുന്നു നമ്മുടെ ദശമൂലത്തിന്റെ വാഗ്ദാനം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബാലറ്റ് പേപ്പർ തന്നെ നശിപ്പിച്ചിട്ടായിരുന്നു സുധാകര ശിഷ്യന്മാരുടെ അഴിഞ്ഞാട്ടമെങ്കിൽ ഇത്തവണ അല്പം കൂടെ പുരോഗമനം ഉണ്ടായെന്ന് മാത്രം. എന്തായാലും SFI ജയിച്ചെന്നറിഞ്ഞതോടെ ദശമൂലം അലോഷ്യസിന്റെ നിർദ്ദേശാനുസരണം യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്തു നിന്ന് കുട്ടി സുധാകരന്മാർ കല്ലേറും ആക്രമണവും തുടങ്ങി. SFIയുടെ നിരവധി സഖാക്കൾക്ക് കല്ലേറിൽ പരിക്കേറ്റു. അതോടെ പോലീസ് ലാത്തിചാർജ് തുടങ്ങി. സർവകലാശാല പരിസരം സംഘർഷഭരിതമായി. പക്ഷെ നമ്മുടെ ദശമൂലം അലോഷ്യസിന് ഇതിനിടയിൽ ഒരു അബദ്ധം പറ്റി. അതായത് മുൻ നിർദ്ദേശപ്രകാരം പുറത്തുനിന്ന് കൊണ്ടുവന്ന് നിർത്തിയ യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ ക്യാമ്പസിനുള്ളിലേക്ക് കല്ലെറിയുന്നു. പക്ഷേ ക്യാമ്പസിനുള്ളിൽ SFIക്കാർ മാത്രമല്ല KSUക്കാരും ഉണ്ടായിരുന്നു എന്ന വസ്തുത മാത്രം നമ്മുടെ യൂത്തന്മാർ ഓർത്തില്ല. SFIക്കാരെ ലക്ഷ്യമിട്ടെറിഞ്ഞ കല്ലുകൾ പലതും വീണത് KSUക്കാരുടെ തന്നെ തലയിലാണ്. ഉള്ളത് പറയാമല്ലോ, സാക്ഷാൽ ജോൺ ഡി റോഡ്സ് പോലും ഇത്ര കൃത്യമായിട്ട് എറിഞ്ഞു കൊള്ളിക്കില്ല. അത്രമാത്രമായിരുന്നു സ്വന്തം പാർട്ടിക്കാരുടെ മണ്ട തന്നെ കല്ലെറിഞ്ഞു പൊട്ടിച്ച അലോഷ്യസിന്റെ ബുദ്ധി. പിന്നീട് എല്ലാം പതിവ് നാടകങ്ങൾ തന്നെയായിരുന്നു. വീണ് കിട്ടിയ തേങ്ങയെടുത്ത് ഗണപതിക്ക് ഉടയ്ക്കാൻ മിടുക്കറായ KSUക്കാർ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തു. SFIക്കാരെ ആക്രമിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലേ എന്നൊക്കെയുള്ള സ്ഥിരം ക്ലീശ ഡയലോഗുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. എന്തായാലും SFI വീണ്ടും ചരിത്രം കുറിച്ച് വിജയവുമായ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കിയപ്പോൾ SFIക്കാരെ തോൽപ്പിക്കാനെത്തിയവർ തോറ്റു തൊപ്പിയിട്ട് സ്വന്തം പ്രവർത്തകരുടെ തലയിൽ എറിഞ്ഞ് പൊളിച്ച് മടങ്ങി. അതോടെ ഈ സീസണിലെ കലാപരിപാടികൾ സമാപനവുമായി. ഇനി അടുത്ത ഇലക്ഷന് പുതിയ നാടകവുമായി വീണ്ടും കാണാം. സഹകരിച്ച എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി. നിങ്ങൾക്കുള്ള കാശ് അണ്ണം തരും. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസേർഡ് ബൈ ടീം ദശമൂലം അലോഷ്യസ്.